വനനിയമ ഭേദഗതി ബിൽ കൃഷിയെ പ്രതിസന്ധിയിലാക്കുമെന്ന PV അൻവർ MLA. ചുങ്കത്തറ മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിൽ നടക്കുന്ന നിറപുലി 25 കാർഷിക മേള ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു MLA. ഒരു വനനിയമ ഭേദഗതി ബില്ല് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കഷ്ടപ്പെട്ട് കൃഷിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നനക്കുന്ന ഇവിടുന്ന ഈ ചാലിയാർപ്പുഴയിൽ നിന്ന് വെള്ളം എടുക്കാൻ എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ഈ പഞ്ചായത്തിന്റെ പരിധിപ്പെടുന്ന പുഴയിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള അധികാരം പഞ്ചായത്തിനുണ്ട്. അപ്പൊ കേരളത്തിലെ മുഴുവൻ വാട്ടർ സോഴ്സുകളുടെയും അധികാരം ഫോറസ്റ്റിന് കൈമാറാൻ പോവുക ഈ ഭേദഗതി ബില്ല് ഇവിടെ പാസ്സായാൽ. ഒരു തുള്ളി വെള്ളം എടുക്കണമെങ്കിൽ ഒരു വ്യക്തിക്കോ ഒരു സ്ഥാപനത്തിനോ ഒരു ഗവൺമെന്റിനോ ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല ഈ ഭേദഗതി പാസ്സായാൽ. എന്താ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഫോറസ്റ്റുകാർ പറയുന്നത് ഈ പുഴ ആരംഭിക്കുന്ന ഇവിടെ കാട്ടുന്നല്ലേ, അപ്പം ഇതിന്റെ ഉറവിടം കാടാണ്, ഞങ്ങളുടെ വെള്ളമാണ്, അത് ഒഴുകി പോവാണ്. അതുകൊണ്ട് അതിന്റെ അതോറിറ്റി അവർക്കാണ്. ചൂണ്ടയിട്ട 25,000 ഫൈനുള്ളൂ. മനസ്സിലായില്ലേ? ഒരു തരി മണലെടുക്കാൻ പറ്റില്ല, മണ്ണെടുക്കാൻ. ഇപ്പൊ തന്നെ എന്താ സ്ഥിതി? 2 ആൾ ഉയരത്തിലെ മണ്ണും മണലും പുഴയിൽ മഴ പെയ്ത അപ്പൊ വെള്ളപ്പൊക്ക തൊടാൻ പാടില്ല. പുഴകളുടെ ഉദ്ഭവം വനത്തിൽ നിന്നാണെന്ന കാരണത്താൽ എല്ലാ പുഴകളും വനം വകുപ്പിന്റെ അധീനതയിലാക്കുന്ന നിയമമാണ് വനനിയമ ഭേദഗതി ബില്ലിൽ ഉൾപ്പെടുന്നത്. പൊതുജലാശയങ്ങളിൽ നിന്നും കൃഷിക്ക് വെള്ളം ലഭ്യമാക്കുന്നതും ജലവിതരണ പദ്ധതികൾ നടപ്പാക്കുന്നതും ഇതോടെ വനം വകുപ്പ് തടയും. ഇത് സംസ്ഥാനത്തെ കൃഷി ഇല്ലാതാക്കും. വനത്തിൽ പ്രവേശിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തി BFOമാർക്ക് പോലും കർഷകരെ അറസ്റ്റ് ചെയ്യുവാനുള്ള അധികാരം നൽകുന്നത് പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും. വന്യമൃഗങ്ങളെ സംരക്ഷിക്കുമ്പോൾ മനുഷ്യരെ സംരക്ഷിക്കുവാൻ അധികൃതർ മറക്കുകയാണെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്ത് 5 പേരാണ് വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതെന്നും കൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ എത്ര തലകുത്തി മറിഞ്ഞാലും വന്യമൃഗശല്യം അവസാനിപ്പിക്കാതെ ഒരു കാര്യവുമില്ലെന്നും MLA പറഞ്ഞു. സംസ്ഥാനത്ത് വനഭൂമി 500 ഏക്കർ കൂടിയെന്നാണ് വനംവകുപ്പിന്റെ വെളിപ്പെടുത്തൽ. കൃഷിഭൂമി ഉൾപ്പെടെ ഏറ്റെടുത്താണ് വനഭൂമി കൂട്ടുന്നത്. മുണ്ടേരി ഫാമിന്റെ ഭൂമി വനംവകുപ്പ് ഏറ്റെടുത്തിരുന്നു. മനുഷ്യജീവന്റെ സംരക്ഷണമാണ് മുഖ്യമന്ത്രി കാണേണ്ടത്. വനനിയമ ഭേദഗതി ബിൽ നിയമസഭയിൽ എതിർക്കണമെന്നും MLA കൃഷിമന്ത്രി P. പ്രസാദിനോട് ആവശ്യപ്പെട്ടു. SS Gold, pure gold. SS Group, Nilambur.